എന്താണ് ഹെയർ പൊറോസിറ്റി? എത്ര തരം ഹെയർ പൊറോസിറ്റികളുണ്ട്? ഹെയർ പൊറോസിറ്റി ലെവൽ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയുടെ ആരോഗ്യം നമുക്ക് മനസ്സിലാകുമോ? ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യെസ്, അത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നിവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, കൂടെ കുറച്ച് എക്സ്പീരിയൻസും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ പുറത്ത് പോകുന്ന ആളുകളാണ്, ഹെയറിലേക്ക് ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങിക്കുന്ന ആളുകളായിരിക്കാം. സെയിം ബ്രാൻഡിന്റെ സെയിം പ്രൊഡക്റ്റ് ആണ് നമ്മൾ രണ്ടുപേരും വാങ്ങി. അതായത് ഞാനും എൻ്റെ ഫ്രണ്ടും വാങ്ങി. എനിക്ക് റിസൾട്ട് കിട്ടിയില്ല, അവൾക്ക് നല്ല റിസൾട്ട് കിട്ടി. എന്തായിരിക്കും ഇതിന്റെ കാരണം? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഭൂരിഭാഗം ആളുകൾക്കും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകാം, നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാകും. എന്തായിരിക്കും ഇതിന്റെ കാരണം? ഇതിന്റെ കാരണം ചിലപ്പോൾ ഹെയർ പൊറോസിറ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താണ് ഹെയർ പൊറോസിറ്റി? മുടിയിലെ മോയ്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടും മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മൾ മുടിയിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റ്സ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതെനിക്ക് വർക്ക് ചെയ്യും എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ പൊറോസിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. പൊറോസിറ്റി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഹെയറിന് എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഹെയർ പൊറോസിറ്റികൾ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് വന്നിട്ട് നമുക്ക് ലോ പൊറോസിറ്റി ആണ്, നെക്സ്റ്റ് വൺ മീഡിയം ടു നോർമൽ പൊറോസിറ്റി ആണ്, ലാസ്റ്റ് വൺ ഹൈ പൊറോസിറ്റി ആണ് കേട്ടോ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ലോ പൊറോസിറ്റി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ലോ പൊറോസിറ്റി ഹെയർ, നമ്മുടെ മുടി ഇഴ, ഓരോ മുടിയിഴയിലെയും പുറമെ കാണുന്ന ഈ ഒരു ഔട്ടർ ലൈനിനെ നമ്മൾ ക്യൂട്ടിക്കിൾസ് എന്നാണ് വിളിക്കുക. അതായത് നമ്മുടെ ഹെയറിന്റെ ക്യൂട്ടിക്കിൾസ് വളരെ അടുത്തടുത്തായിട്ട് അടഞ്ഞിരിക്കുന്ന ഒരു തരം ഹെയർ ടൈപ്പിനെയാണ് നമ്മൾ ലോ പൊറോസിറ്റി ഹെയർ ടൈപ്പ് എന്ന് പറയുക. പിന്നെ അത് മാത്രമല്ല, ഇതിൽ നമ്മൾ എന്തെങ്കിലും വെള്ളമോ മോയ്സ്ചറോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇനി ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്ന പരിപാടി അത്ര പെട്ടെന്ന് നടക്കാത്ത ഒരു ഹെയർ ടൈപ്പാണ് ഈ ലോ പെറോസിറ്റി ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത്. ലോ പെറോസിറ്റി ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ടൈപ്പ് ആണ് എന്നാണ് ഇതിൻ്റെ സാരം. അപ്പോൾ നമ്മളിവിടെ ലോ പെറോസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മോൻ്റെ ഹെയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ അവൻ്റെ ഹെയർ എടുത്തിട്ട് വെള്ളത്തിൻ്റെ മേലേക്ക് ഇട്ട സമയത്ത് അത് പൊങ്ങി കിടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു 2-3 മിനിറ്റ് ഞാൻ അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ ഇങ്ങനെ പൊങ്ങി കിടക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അർത്ഥം അവൻ്റെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആണ് എന്നാണ്. ഇതുപോലെ തന്നെ ലോ പൊറോസിറ്റി ഹെയർ ടൈപ്പും കൂടിയാണ് കേട്ടോ. അതിൻ്റെ ഒരു കാരണം നമുക്ക് നോക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളുടെ ഹെയർ എന്ന് പറയുമ്പോൾ നമ്മൾ അധികം കെമിക്കൽ പ്രോഡക്ട്സുകളോ അങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു ഹെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മുടി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു തരത്തിലുള്ള ഹീറ്റിംഗ് പ്രോസസ്സുകളോ ഒന്നും കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയും ഒരു പക്ഷേ ലോ പൊറോസിറ്റി ഹെയർ ആവാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് നോർമൽ ടു മീഡിയം ഹെയർ പൊറോസിറ്റി ലെവലാണ് കേട്ടോ നോക്കുന്നത്. ഈ ഒരു ഹെയർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യൂട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ, അത് ആവശ്യത്തിന് മാത്രമായിരിക്കും ഓപ്പൺ ആയിട്ടിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള മോയ്സ്ചർ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ അത് ആവശ്യത്തിനനുസരിച്ച് മാത്രം ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ഒരു ഹെയർ ടൈപ്പാണ്. പിന്നെ ഇത് മാനേജ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്താണ് ഹൈ പൊറോസിറ്റി എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. നമ്മുടെ ക്യൂട്ടിക്കിൾസ് എപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ മുടി ഡാമേജ് ആയിട്ടിരിക്കുകയാണെങ്കിലൊക്കെ ഈ ഹൈ പൊറോസിറ്റി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ക്രീംസ് ഒക്കെ ഹെയറിൽ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്തെടുക്കും. പക്ഷേ ആ ഒരു മോയ്സ്ചർ നമ്മുടെ ഹെയറിൽ ഉണ്ടാകില്ല. പകരം നമ്മുടെ ഹെയർ വല്ലാതെ ഡ്രൈ ആയി പോവുകയും പിന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടേത് എന്തായാലും ഒരു ഹൈ പൊറോസിറ്റിയിൽ വരുന്ന ഹെയർ ടൈപ്പ് ആയിരിക്കും. പിന്നെ ഈ ഒരു കാര്യത്തിലൂടെ മാത്രമല്ല, നമുക്ക് ഫ്ലോട്ടിൻ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ഹെയർ പൊറോസിറ്റി നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ വേറെ ചില രീതികളുണ്ട്, അതിലൂടെ നമുക്ക് ഹെയർ പൊറോസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹെയർ പൊറോസിറ്റിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഹെയർ പൊറോസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാം എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ ഗൈസ്, ഇത് വന്നിട്ട് എൻ്റെ ഹെയർ ആണ് കേട്ടോ. എൻ്റെ ഹെയർ കുറച്ച് നീളമുള്ള ഹെയർ ആയത് കാരണം
ആ ഗ്ലാസ്സിലേക്ക് ഇടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും, കണ്ടോ അടിവശം താഴ്ന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുഞ്ച ഭാഗത്തേക്ക് ഹൈ പൊറോസിറ്റി ആണ്, മേലെ ഭാഗത്തേക്ക് ലോ പൊറോസിറ്റി ആണ് കേട്ടോ. അതായത് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു പൊറോസിറ്റി ഹെയർ ടൈപ്പാണ് എനിക്ക് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സ്പ്രേ ടെസ്റ്റ് ആണ് കേട്ടോ. ഈ സ്പ്രേ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ റൂട്ട് ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ഹെയർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ വെള്ളം അബ്സോർബ് ചെയ്തെടുക്കാൻ ഒരിത്തിരി ടൈം പിടിക്കും. നമ്മുടെ തുഞ്ച ഭാഗത്തേക്ക് നന്നായിട്ട് ഹെയറിൽ വെള്ളം അടിച്ചു കൊടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്തെടുക്കും. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക ഹെയർ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റേതൊരു കമ്പൈൻഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ റൂട്ട് ഭാഗത്തേക്ക് വരുന്ന ഈ ഒരു ഏരിയയിലേക്ക് ആ വെള്ളം അബ്സോർബ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം പിടിക്കും. വെള്ളം അബ്സോർബ് ചെയ്തെടുത്ത വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചർ കണ്ടൻറ്റുള്ള സാധനമാണെങ്കിൽ അത് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കുളിക്കുകയാണെങ്കിൽ ഹെയറിലേക്ക് തലയിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് എത്താൻ ഒരിത്തിരി ബുദ്ധിമുട്ടാണ്. ബട്ട് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടി ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഗൈസ്. കുറച്ചധികം നേരം നിൽക്കണം. ഞാൻ നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുടി ഉണങ്ങാൻ കുറേ ബുദ്ധിമുട്ടാണ്, വെയിലത്തൊക്കെ പോയി നിൽക്കണം എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഇതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ടച്ച് ടെസ്റ്റാണ് കേട്ടോ. നമ്മുടെ മുടി ഒരു ഇഴ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് സൂക്ഷ്മമായിട്ട് നോക്കുന്നത്. ഇങ്ങനെ ഒരു മുടി ഇഴ എടുക്കുക, അതിൻ്റെ തുഞ്ചത്ത് നിന്ന് അതായത് എൻഡിങ് പോർഷനിൽ നിന്ന് റിവേഴ്സായിട്ട് അതായത് റൂട്ട് ഭാഗത്തേക്ക് നമ്മൾ പിടിച്ചിട്ട് നോക്കുക. അതായത് നെയിൽസ് യൂസ് ചെയ്യാതെ ഫിംഗേഴ്സിൻ്റെ ടിപ്പുകൾ മാത്രം യൂസ് ചെയ്തിട്ട് പിടിച്ച് നോക്കുക. നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി ഹെയർ എന്താ പറയുക ലോ പൊറോസിറ്റി ഹെയർ ടൈപ്പാണ്. ഇനി അതല്ല തരിതരിപ്പ് പോലെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ എന്താണ് ഡ്രൈ ആയിട്ടുള്ള ഹെയറിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ്, അതായത് ഹൈ പൊറോസിറ്റിയിൽ വരുന്നതാണ്. ഇവിടെയും കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെയറിൻ്റെ ചില ഹെയറുകൾ എടുത്തിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട് കുറേശ്ശൊക്കെ ആയിട്ട്. പല ഭാഗത്ത് നിന്ന് എടുത്ത് നോക്കുമ്പോൾ ചില ഹെയറൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ്, നല്ല ഷൈനി ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു തടസ്സമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ചില ഹെയറുകൾക്ക് നല്ല ഒരു തരിതരിപ്പ് പോലെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ഔട്ടർ ലെയറിനെ നമ്മൾ പറയില്ലേ ക്യൂട്ടിക്കിൾസ് എന്ന്, ആ ക്യൂട്ടിക്കിൾസ് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. ആ തരിതരിപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ചില ആളുകൾക്ക് മുടിയിൽ ഈ കായ വരിക എന്നൊക്കെ പറയും, അതായത് വൈറ്റ് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറ് കായ പോലെ ഇങ്ങനെ ഇരിക്കുക. അത് ഈർപ്പം നിന്നിട്ട് വരുന്നൊരു പ്രശ്നമാണ്, അതൊരു ഇൻഫെക്ഷനാണ്. അതല്ല പറയുന്നത്. അല്ലാതെ നമ്മുടെ സ്മൂത്തായിട്ടുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഹെയറിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഹെയർ എടുത്തിട്ട് നോക്കിയിട്ട് ചിലതിലൊക്കെ നല്ല തരിതരിപ്പ് പോലെ തോന്നുന്നുണ്ട്, ചില ഹെയർ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സിൽക്കി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റേത് കമ്പൈൻഡ് ആയിട്ടുള്ള ഹെയർ ടൈപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ പ്രൊഡക്റ്റ് ബിൽഡപ്പാണ്. നിങ്ങളുടെ കയ്യിൽ ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീംസോ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഹെയറിലിടുന്ന സമയത്ത് അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ടോ ഇല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത് പോകുന്നില്ലേ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഹെയറിൽ ഞാൻ വെളിച്ചെണ്ണ ആക്കിയപ്പോൾ റൂട്ട് ഭാഗത്തേക്ക് വെളിച്ചെണ്ണ അബ്സോർബ് ചെയ്തെടുക്കാൻ കുറച്ചധികം ടൈം പിടിക്കുന്നുണ്ട്. അതായത് മുടീൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം പിടിക്കുന്നുണ്ട്. പിന്നെ തുഞ്ച ഭാഗത്തേക്ക് കുറച്ച് ആക്കുമ്പോൾ തന്നെ നല്ലോണം തന്നെ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനർത്ഥം എൻ്റേത് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഹെയർ ആയത് കാരണമാണ്. ചില ഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർപ്ഷൻ നടക്കും. എൻ്റേത് കമ്പൈൻഡ് ആയിട്ടുള്ള ഹെയർ ടൈപ്പ് ആയത് കാരണമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്ന സമയത്താണ് കുറച്ചെങ്കിലും ഉള്ളിലേക്ക് റൂട്ട് ഭാഗത്തേക്കൊക്കെ മുടിയിലേക്ക് ഇറങ്ങുന്നത്. നേരെ മറിച്ച് തമ്പത്തേക്ക് അതായത് തുഞ്ചത്തേക്ക് ആക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഓയിൽ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് വിചാരിക്കും, നല്ല ഷൈനി ആയിട്ടിരിക്കുന്നില്ലേ, അത് ഓയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെയറിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ഹെയർ എങ്ങനെയാണ്, എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇതെല്ലാം കൂടെ ചെയ്യണമെന്നില്ല, ഏതെങ്കിലും 1-2 എങ്കിലും ചെയ്ത് നോക്കുക. ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ എൻഡിങ്ങിലേക്ക് കൊടുക്കാം കേട്ടോ. എന്തൊക്കെ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ വേറെ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പോയി കുളിക്കുക. എന്നിട്ട് കുളി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ,
അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടീൻ്റെ സ്ട്രെങ്ത്താണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ മുടിയുടെ ഇലാസ്റ്റികതയാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ തലയിൽ നനഞ്ഞിട്ടുള്ള മുടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കാര്യം നോക്കുന്നത്. നമ്മളിനി സ്ട്രെച്ചാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോർമൽ ഒരു ഇഴ മുടി എടുത്തതിന് ശേഷം സ്വാഭാവികമായിട്ട് നമ്മൾ വലിക്കുന്ന പോലെ വലിക്കുക, വലിച്ച് പൊട്ടിക്കരുത്, അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് വലിച്ച് നോക്കുക. വലിച്ച് നോക്കിയതിന് ശേഷം നമ്മുടെ മുടി വലിച്ച് അതേപോലെ ഒരിത്തിരി ഒന്ന് നീണ്ടിട്ടിരിക്കുക, നോർമലായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ വലിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വലിയും, പക്ഷേ അത് നോർമലാണ്. പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോവുക, ആ വലിയ തന്നെ പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് പോലെ അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പൊളഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ സ്ട്രോങ് അല്ല, അതേപോലെ തീരെ സ്ട്രെങ്ത്തും അല്ല, പ്രോട്ടീനും കുറവാണ് എന്നാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ അബ്സോർപ്ഷൻ ആൻഡ് ഡ്രൈയിങ് ടെസ്റ്റ് ആണ് നോക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ മുടി പെട്ടെന്ന് ഉണങ്ങുന്നുണ്ടോ ഉണങ്ങുന്നില്ലേ എന്ന് വെച്ചിട്ടാണ്. എൻ്റെ റൂട്ട് ഭാഗം ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്, തുഞ്ച ഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ മുടി ഉണങ്ങി പോകാറുണ്ട്. അപ്പോൾ എൻ്റേത് കമ്പൈൻഡ് ഹെയർ ടൈപ്പാണ്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇനി ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. എൻ്റെ ഒരു ഹെയർ ടൈപ്പ് ഞാൻ പറയാം. എൻ്റേത് വന്നിട്ട് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഹെയർ ടൈപ്പാണ് കേട്ടോ. അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഹെയർ ഉള്ള ആളുകൾക്ക് ഇങ്ങനെ തന്നെ ആവാനാണ് ചാൻസ് കൂടുതലായിട്ടുള്ളത്. റൂട്ട് ഭാഗത്തേക്ക് ലോ പൊറോസിറ്റിയും എൻഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഹൈ പൊറോസിറ്റി ആയിരിക്കും. അത് ഹെയറിൻ്റെ ഡാമേജ് കാരണമായിരിക്കാം അങ്ങനെ വരുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ ഹെയർ എന്ന് പറയുന്നത് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഹെയർ ടൈപ്പിൽ വരുന്നതാണ്. ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഹെയർ നിങ്ങൾ കണ്ടില്ലേ, വെള്ളത്തിലിട്ട് നോക്കിയ സമയത്തൊക്കെ തുഞ്ചഭാഗം താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത്. അതായത് എൻഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഹൈ പൊറോസിറ്റി ആണ്, റൂട്ടിലേക്ക് വരുന്ന സമയത്ത് ലോ പൊറോസിറ്റി ആണ്. അതായത് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഹെയർ പൊറോസിറ്റി ആണ് എനിക്ക് കാണിക്കുന്നത്, അതേപോലെ അമ്മയ്ക്കും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നമ്മൾ നന്നായിട്ട് ട്രിം ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. എൻ്റെ ഹെയർ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കുറേ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മേൻ്റെ പിന്നെ അമ്മയ്ക്ക് ഓർമ്മ പോലും ഇല്ല എന്നാണ് ലാസ്റ്റ് ഹെയർ തുഞ്ചൻ കട്ട് ചെയ്ത് എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യം അതാണ്, ഹെയർ ട്രിം ചെയ്ത് വെക്കുക എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ, നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഷാമ്പു യൂസ് ചെയ്യുകയാണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അറ്റത്തേക്ക്, അതായത് മുടിയിലേക്ക് നമ്മൾ നല്ലൊരു സെറമോ അല്ലെങ്കിൽ അതേപോലെ തന്നെ കണ്ടീഷണറോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ്. തേർഡ് വൺ എന്താണെന്ന് നോക്കാം. തേർഡ് വൺ വന്നിട്ട് നമ്മൾ റൂട്ടിലേക്ക് ഹെയറിൽ ഓയിൽ ഇടുന്ന സമയത്ത് ഒരുപാട് തിക്കല്ലാത്ത നല്ല മൈൽഡ് ആയിട്ടുള്ള ഓയിൽസ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഓയിൽസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹൈ പൊറോസിറ്റി ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്തില്ലേ, നമ്മുടെ ഹെയർ ഓയിലി ആയിട്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ സ്പ്രേ ഒക്കെ യൂസ് ചെയ്തിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെയറിലുള്ള ആ ഒരു ഓയിലിനെയൊക്കെ കളഞ്ഞിട്ട് വേണം ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ഓയിലുള്ള ഹെയർ ആണെങ്കിൽ നമ്മൾ ഫ്ലോട്ടിംഗ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുന്ന സമയത്തില്ലേ, ഇത് ഈ ഹെയർ പൊങ്ങി കിടക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഹെയർ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ടെസ്റ്റുകളൊക്കെ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ പറയാനുള്ളത്, നമ്മൾ നോർമൽ വാട്ടറില്ലേ, ചൂടുവെള്ളം ഒന്നും എടുക്കാതെ നോർമൽ പൈപ്പിൽ നിന്ന് എടുക്കുന്ന വെള്ളമില്ലേ, ഈ വെള്ളത്തിൽ വേണം ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും തരത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ, അതായത് ഇപ്പോൾ മുടി കൂടുതലായിട്ട് ഡ്രയർ യൂസ് ചെയ്യുന്ന ആൾ, ഹീറ്റ് യൂസ് ചെയ്യുന്ന ആൾ, സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, അങ്ങനെ പല കാര്യങ്ങളും കളറൊക്കെ ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് എന്തായാലും ഈ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഫ്ലോട്ടിംഗ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഹൈ പൊറോസിറ്റി ആണ് കേട്ടോ കാണിക്കുക. അപ്പോൾ അതും കൂടി നോർമലിൽ വെക്കുക. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.